ഒരു മഹത്വം. ഒരു വേദഭാഗം ഇവിടെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുന്നു. അനന്തരം യേശു യോഹന്നാൻ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. കർത്താവിൽ പ്രിയരെ ദൈവമക്കളെ, ഈ സ്നാനക്കടവിലേക്ക് നമുക്ക് രാവിലെ സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുമായി എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കി. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം പോലെ സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മാതൃകയായി കാണിച്ചു തന്നതും കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചതുമായ ഈ മഹത്തായ ശുശ്രൂഷയുടെ അടുക്കലാണ് നാം ആയിരിക്കുന്നത്. ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ വ്യാപാരം നമ്മുടെ മേലുണ്ടാകേണ്ടത് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ ആയിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും. ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ, കണ്ടൂരൊരു പാപിയെന്ന സ്നാനമേൽക്കുവാൻ പോകുന്നു, കണ്ടു നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള ദൈവമേ, സർവശക്തിയുള്ള പിതാവേ, ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ദേശത്ത് ദൈവം ഞങ്ങൾക്ക് തന്ന ആലയത്തിനായി, വിശുദ്ധ സഭയ്ക്കായി സ്തോത്രം. ഈ സഭയിലൂടെ അനേകരെ നിത്യതയ്ക്കായി ഒരുക്കുവാൻ ഈ സഭയെ ഉപയോഗിച്ചതിനായി സ്തോത്രം. സഭയായ ഞങ്ങൾ ഈ സ്നാനക്കടവിലേക്ക് വന്നിരിക്കുന്നു. ഈ സ്നാനക്കടവിലെ സ്വർഗം വിശുദ്ധീകരിക്കണം. ഇപ്പോൾ സ്വർഗം അവിടെ നിന്ന് നോക്കണമേ. അങ്ങയുടെ മഹത്വവും കൃപയും ഉണ്ടാകണമേ. തേജസ്സേറിയ കരത്തിനായി സ്തുതിക്കുന്നു. സ്നാനപ്പെടേണ്ട ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ മഹത്തായ കൽപ്പന നിവർത്തിക്കുന്ന ഈ വിശേഷ സമയം അങ്ങയുടെ വലിയ മഹത്വം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ഇല്ല നിന്നാൽ സ്നാനമേൽക്കുവാൻ ആവശ്യം, ഇല്ല നിന്നാൽ സ്നാനമേൽക്കുവാൻ ആവശ്യം, വല്ലഭ നിന്റെ ചെരുപ്പു ചുമന്നിടുവാനില്ല യോഗ്യത, വല്ലഭ നിന്റെ ചെരുപ്പു ചുമന്നിടുവാനില്ല യോഗ്യത. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം പിടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന്
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു വീണ്ടും തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വരുമെന്ന് ആൻസി വിശ്വസിക്കുന്നുവോ? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ? ഞാൻ പിന്നെയും ഇതിനോട് ചോദിക്കുന്നു, കർത്താവിനും അവിടുത്തെ സഭയ്ക്കും ആക്ഷേപമില്ലാത്ത ഒരു ജീവിതം ചെയ്യാൻ നീ സമർപ്പിച്ചിരിക്കുന്നുവോ? വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നിന്റെ ഏറ്റുപറച്ചിലിൻ്റെയും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം കർത്താവായ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ? ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ? എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈകളാലേൽക്കുന്നു? എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈകളാലേൽക്കുന്നു? ആരിതാ വരുന്നാരിതാ വരും രക്ഷകനല്ലയോ? ആരിതാ വരും ആരിതാ വരും യേശു രക്ഷകനല്ലയോ? പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. സ്വർഗം വെടിഞ്ഞു ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമാകുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്ത് കർത്താവായ യേശു തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ വീണ്ടും വരുമെന്ന് ഈ വിശ്വസിക്കുന്നുവോ? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. ഈ കർത്താവിനും ദൈവത്തിൻ്റെ സഭയ്ക്കും ആക്ഷേപമില്ലാത്ത ജീവിതം ചെയ്യുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുന്നു. വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, കർത്താവായ ദൈവം നിനക്ക് ജീവകിരീടം വാഗ്ദത്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉടനെ പ്രിയനിറങ്ങി സ്നാനമേറ്റുകൊണ്ടു തൻ കയറി. ഉടനെ പ്രിയനിറങ്ങി സ്നാനമേറ്റുകൊണ്ടു തൻ കയറി. പെട്ടെന്നാത്മാവു വന്നു തൻ്റെ പ്രാവുരൂപത്തിലിറങ്ങി. പെട്ടെന്നാത്മാവു വന്നു തൻ്റെ പ്രാവുരൂപത്തിലിറങ്ങി. ആരിതാ വരും ആരിതാ വരും യേശു രക്ഷകനല്ലയോ? ആരിതാ വരും ആരിതാ വരും യേശു രക്ഷകനല്ലയോ? പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സാക്ഷാൽ ദൈവം സ്വർഗരാജ്യം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി തീരുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും വരുമെന്ന് ബ്രദർ രാജൻ വിശ്വസിക്കുന്നുവോ?
ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവോ? ഈ കർത്താവിനും അവിടുത്തെ സഭയ്ക്കും ആക്ഷേപമില്ലാത്ത ജീവിതം ചെയ്യാൻ ബ്രദർ രാജൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. കർത്താവ് ജീവകിരീടം വായ്ത്തത്താൻ ചെയ്യുന്നു. സ്നാപകൻ ബഹുഭക്തിയോടെ ചൊന്നതാം പ്രിയ രക്ഷകൻ. സ്നാപകൻ ബഹുഭക്തിയോടെ ചൊന്നതാം പ്രിയ രക്ഷകൻ. ഇപ്രകാരം നാം സർവനീതി പൂർത്തിയാക്കണമെന്നോതി. ഇപ്രകാരം നാം സർവനീതി പൂർത്തിയാക്കണമെന്നോതി. ആരിതാ വരുന്നാരിതാ വരുന്നേശുരക്ഷകനല്ലയോ. ആരിതാ വരുന്നാരിതാ വരുന്നേശുരക്ഷകനല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു.